ഹലോ, ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ വരല്ലേ. അപ്പോൾ നമ്മുടെ ബെസ്റ്റീസിന് കൊടുക്കാൻ നമുക്ക് അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്താലോ. പിന്നെ ഈ വീഡിയോ കാണുന്നവരൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കൂടെ ലൈക്കും തരണേ. ഞാൻ 4 ഗിഫ്റ്റും കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തേതിലേക്ക് നമുക്ക് പോവാം. ആദ്യം ഒരു സ്ക്വയർ പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൽ നമ്മുടെ വിഷസ് കാര്യങ്ങളൊക്കെ എഴുതുക. അതുകൂടാണ്ട് 4 പേപ്പേഴ്സ് എടുത്തിട്ട് സർക്കിളായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഹാഫ് സെക്ഷനിൽ നമുക്ക് വേണ്ട വിഷസ് എഴുതുക അല്ലെങ്കിൽ ഇമേജസ് വരച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അഥവാ 2ആയിട്ട് മടക്കി, സർക്കിളിനെ 2ആയിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ പകുതി സെക്ഷനിൽ നമുക്ക് വേണ്ട വിഷസ് എഴുതുക അല്ലെങ്കിൽ ഇമേജസ് വരച്ചൊക്കെ കൊടുക്കുക. ഇനി ആ 4 സർക്കിളും എടുത്തിട്ട് ഞാൻ വെക്കുന്നത് പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ അത് തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്ക്വയർ പേപ്പറിലുള്ള കാർഡ് വെച്ച് കൊടുക്കുക. ഇനി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്താൽ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇതല്ല ശരിക്കും ഒറിജിനൽ ഗിഫ്റ്റ് ബോക്സ്. നമുക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതോടൊപ്പം ഫ്രണ്ട്സിനെ ഒന്ന് ഞെട്ടിക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു പോപ്പർ കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു വളയും റബ്ബർ ബാൻഡും പിന്നെ ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് കൊടുക്കുക. എന്നിട്ട് വളയുടെ മേലെ റബ്ബർ ബാൻഡ് ഒന്ന് കുടുക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കാർഡ്ബോർഡ് പീസ് ഇട്ടിട്ട് ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. നല്ലോണം ചുറ്റണം കേട്ടോ. അതിനുശേഷം ആ ഒരു സംഭവം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡിൻ്റെ മുകളിലേക്ക് വെക്കുക. കൈ വിടാൻ പാടില്ല കേട്ടോ. അതങ്ങനെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറേ പേപ്പേഴ്സ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിബൺ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രണ്ട്സിന് കൊടുക്കുമ്പോൾ ഇത് അവർ ഓപ്പൺ ചെയ്യുമ്പോൾ അടിപൊളി പോപ്പറായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് നോക്കാം. അടിപൊളിയല്ലേ? ഇനി നമുക്ക് അടുത്ത ഗിഫ്റ്റിലേക്ക് പോവാം. ഇനി ഫ്രണ്ട്ഷിപ്പ് ബാൻഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള കുറച്ച് പേപ്പർ സ്ട്രിപ്പ് എടുക്കുക. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അത് ഓരോന്നും എടുത്തിട്ട് ഞാൻ ചുറ്റുന്ന പോലെ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിൽ ലെറ്റേഴ്സ് എഴുതി കൊടുക്കണം. നമുക്ക് ഫ്രണ്ട്സ് എന്നാണ് എഴുതിയെടുക്കേണ്ടത്. അപ്പോൾ ഓരോ പീസിൻ്റെ മേലെ F, അടുത്തതിൽ R, അങ്ങനെ എല്ലാ ലെറ്റേഴ്സും എഴുതിയെടുക്കുക. അപ്പോൾ ഞാനൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബീഡ്സും അതേപോലെ തന്നെ ഒരു റിബണുമാണ് വേണ്ടത്. ഇനി റിബണിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ലെറ്റേഴ്സ് നമുക്ക് ഓർഡറിൽ കോർത്ത് കൊടുക്കുക. ആദ്യം ഒരു ലെറ്റർ കോർത്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പിറകിൽ മുത്ത് കോർക്കുക. എന്നിട്ട് അടുത്ത ലെറ്റർ അങ്ങനെ ഓർഡറിൽ ഒന്ന് കോർത്തെടുക്കാം നമുക്ക്. അപ്പോൾ ഞാനൊക്കെ കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 എൻഡിലും ചെറിയ ഒരു കെട്ടിട്ട് കൊടുക്കാം. കാരണം അത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 എൻഡിലും കെട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് സാധാരണ കയ്യിലേക്ക് കെട്ടുന്ന പോലെ ഒന്ന് കെട്ടിയെടുക്കാം. നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് സെറ്റായിട്ടുണ്ട്. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അപ്പോൾ മൂന്നാമത് ചെയ്യുന്നത് ഗൂഗിൾ സെർച്ചിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാർഡാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് അതൊന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ ഒന്ന് എഴുതി കൊടുക്കണം. നല്ല കളർഫുൾ ആയിട്ട് തന്നെ എഴുതി കൊടുക്കുക. സാധാരണ ഗൂഗിളിൻ്റെ ഇതറിയില്ല, അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് എഴുതി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ നമുക്കൊന്ന് സെർച്ച് ബാർ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവിടെ അതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ ദ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ദി വേൾഡ് എന്നൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ആ സെർച്ച് ബാറിൻ്റെ അവിടെ വേണമെങ്കിൽ ഇതേപോലെ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുമ്പോൾ റൈറ്റ് സൈഡ് ഒട്ടാതെ നോക്കുക. അവിടെ നമ്മൾ ഒട്ടിക്കാൻ പാടില്ല, കാരണം അതിലൂടെ നമുക്കൊരു ചെറിയൊരു പീസ് പേപ്പർ ഉള്ളിലേക്ക് ഇടണം. അപ്പോൾ ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ട് അവിടെ സെർച്ച് എന്ന് എഴുതിയിട്ട് ഇത് ഉള്ളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ട് പേജ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അവിടെ മേലെ നമുക്ക് സെർച്ച് ബാർ ഒന്നുകൂടി നേരത്തെ ഫസ്റ്റ് പേജിൽ എഴുതി അതേപോലെ തന്നെ സെർച്ച് ബാറിൽ ദ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ദി വേൾഡ് എന്നൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. ഇനി താഴെ നമ്മൾ എന്ത് ചെയ്യാം, അവരുടെ നല്ല ഫോട്ടോസ് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഫോട്ടോസിന് പകരം ഞാൻ വരച്ച 2-3 ഇമേജ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് പേജ് നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇനി ഒരു സെക്ഷനും കൂടി ഉണ്ട്, താഴത്തെ സെക്ഷൻ. അവിടെയും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. അവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് പീസ് പേപ്പറിൽ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ മൈ ഡിയർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ പീസായിട്ടാണ് എഴുതിയത്. അത് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം. നോക്കി, ക്യൂട്ടായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കാർഡ് ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോവാം.
ഇനി ലാസ്റ്റ് ഞാൻ ചെയ്യുന്നത് വീണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ബാൻഡാണ്. നമ്മളെ എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് സ്റ്റാർ. ഇപ്പോൾ സ്റ്റാർ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റാർ ചെയ്യാൻ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് കാണിക്കുകയാണ്. ഇതേപോലെ ഒരു പേപ്പർ സ്ട്രിപ്പ് എടുക്കുക, എന്നിട്ട് ഞാൻ ഫോൾഡ് ചെയ്യുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പോയാൽ മതി. നമുക്ക് ക്യൂട്ടായിട്ടുള്ള സ്റ്റാർ സെറ്റാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ചധികം സ്റ്റാർ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് ഒരു നൂലിലേക്ക് കോർത്ത് കൊടുക്കണം. സൂചി യൂസ് ചെയ്തിട്ട് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോന്ന് വീതം നമുക്ക് കോർത്ത് കൊടുക്കാം. കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. കുറച്ചധികം സ്റ്റാർ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രണ്ട്സ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ വൈറ്റ് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ പേപ്പേഴ്സിലും ഫ്രണ്ട്സിൻ്റെ ഓരോ സ്പെല്ലിങ് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഈ ഒരു സ്റ്റാറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 9 സ്റ്റാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെയും ലാസ്റ്റിലത്തെ സ്റ്റാറിൽ വെച്ച് ബാക്കി എല്ലാത്തിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഓരോ ലെറ്റേഴ്സ് വീതം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ കെട്ടി കൊടുക്കുന്നത് ഞാൻ കിട്ടുന്ന പോലെ കെട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ ലൂസാക്കാനും ടൈറ്റ് ആക്കാനൊക്കെ പറ്റും. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കിട്ടുന്ന പോലെ തന്നെ ഒന്ന് കെട്ടി കൊടുക്കുക. ഇനി ഇതൊന്നും കൂടി ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ത്രെഡിൻ്റെ എൻഡിൽ നമുക്ക് 2 സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കാം. കോർത്ത് കൊടുത്താലും മതി. നോക്കിയേ, ക്യൂട്ടായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെയുള്ള വെറൈറ്റി ഐഡിയാസ് വേണ്ടവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.